നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഹര ഹര മഹാദേവ കാലഭൈരവ രക്ഷതു. പോത്തങ്കോട് തിരുവനന്തപുരം നന്നാട്ടുകാവ് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ മാസവും നടത്തിപ്പോരുന്ന അമാവാസി പൂജകൾ ഈ വരുന്ന 2026 6-ാം മാസം 15-ാം തീയതിയാണ് നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കും അതേപോലെ നാട്ടിൻ്റെ ഐശ്വര്യത്തിനും രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും അധികാരികളുടെയും സർവ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങളുടെയും ആരോഗ്യാദി ഐശ്വര്യ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള പൂജാചാരങ്ങൾ നടത്തിപ്പോരുന്നത്. കാരണം ലോക രാജ്യങ്ങളെല്ലാം ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമൊക്കെ ജനങ്ങൾ നശിക്കുമ്പോൾ സമസ്ത ലോകത്ത് ഉള്ളവരെല്ലാം നമുക്കുള്ളവരാണ്, നമ്മുടെ ബന്ധുക്കളാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഭാരത ദർശനത്തിന് ഉള്ളത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീശ ഗോ ബ്രാഹ്മണഭ്യാഹ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. സ്വസ്ഥവും സമാധാനപരമായിട്ട് ലോക നേതാക്കന്മാർക്ക് രാജ്യം ഭരിക്കുന്നതിനും പ്രജകൾക്ക് നല്ലത് ചെയ്യാനുള്ള മനസ്സ് അധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും തോന്നുന്നതിനും ന്യായേന മാർഗേന ന്യായമായ മാർഗങ്ങളിൽ കൂടി നിയമങ്ങൾ നടപ്പാക്കി കാര്യങ്ങളെ ചിന്തിച്ച് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഉപദ്രവമില്ലാതെ ഉപദേശങ്ങളെ കൊണ്ട് നാട്ടിനെ നല്ലത് വരുത്താൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങൾക്കും അതേപോലെ ഗോ ബ്രാഹ്മണഭ്യാഹ ഗോക്കൾ, നമുക്ക് ലക്ഷക്കണക്കിന് മൃഗങ്ങൾ, പക്ഷികൾ, ജന്തുക്കൾ ഒക്കെ ഉണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയും അവരുടെയും ജീവനാശം വരാതെ അവരുടെ പരമ്പര നിലനിൽക്കാനും, അതേപോലെ ബ്രാഹ്മണന്മാരെന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ, ബ്രഹ്മത്തെ അറിയുന്ന ആൾക്കാരാണ് ബ്രാഹ്മണന്മാർ. അത് വൈദികന്മാർ, ബ്രാഹ്മണർ, അതേപോലെ ഉസ്താദക്കന്മാർ, പള്ളിയിലച്ചന്മാർ, ആശ്രമത്തിലെ സ്വാമിമാർ, നാട്ടിന് നല്ലത് ചെയ്യുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും നല്ലത് വരാനും അവരുടെ ജീവനും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും യാഗ ഹോമ കർമാദികൾക്കും നല്ലത് വരുത്തുന്നതിനും അവരുടെ പ്രാർത്ഥന ലോക ജനതയ്ക്ക് ഫലിക്കുന്നതിനും അങ്ങനെ ഗോ ബ്രാഹ്മണഭ്യാഹ സുഖമസ്തു നിത്യം എല്ലാ ലോക ജനതയ്ക്കും നല്ലത് തോന്നാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും വേണ്ടിയാണ് സമസ്ത ലോകസമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകത്തിലുള്ളവർക്കും നല്ലത് വരുന്നതിന് വേണ്ടിയാണ് ഈ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ഈ അഭിഷേകങ്ങൾ, പൂജകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, യാഗങ്ങൾ, ഹോമങ്ങൾ, കർമ്മങ്ങൾ എല്ലാം നടത്തുന്നത്. പണ്ട് രാജഭരണകാലത്തെ ആനപ്പട, കുതിരപ്പട, വീരാളി, പടയാളി, തേരാളി ഇതുകളെ വച്ചിരുന്നത് പോലെ മാന്ത്രികന്മാരെയും ജ്യോതിഷന്മാരെയും വൈദ്യന്മാരെയും രാജാക്കന്മാർ നിശ്ചയിക്കുക, അവർക്ക് വേണ്ട സ്വത്തുവകകൾ കൊടുത്ത് അവരുടെ ധർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ പരമ്പരയപ്പെട്ട കുടുംബമാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ കുടുംബക്കാർക്കുള്ളത്. അപ്പോൾ പഴയ കാലത്തെ ഇത് വളരെയധികം 2000 വർഷത്തിലധികം പഴക്കമുള്ളൊരു ദേവസ്ഥാനമാണ്. അത് കാലക്രമത്തിൽ ഇടയ്ക്ക് ക്ഷയിച്ച് ഇപ്പം വീണ്ടും
10-38 കൊല്ലം കൊണ്ട് വീണ്ടും പുനർജനിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. ഒരു അമാവാസിയിലന്ന് കർത്തവാവാണ് അമാവാസി എന്ന് പറയുന്നത്. ഒരു നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ അന്നായിരിക്കും അമാവാസി പൂജ ആചരിക്കുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പം ഒരു നാഴിക എന്ന് പറയുന്നത് സൂര്യ ഉദിച്ച 24 മിനിറ്റാണ് ഒരു നാഴിക. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂർ എന്നത് 2.5 മണിക്കൂറാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഒരു നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അന്നായിരിക്കും അമാവാസി പൂജ ആചരിക്കുന്നത്. അന്നത്തെ ദിവസം രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, പിതൃക്കൾക്ക് ബലി, തിലഹോമം മുതലായ കർമാദികൾ, പിതൃക്കൾക്ക് മുക്തി കിട്ടുന്ന പൂജകളെല്ലാം നടത്തുന്നുണ്ട്. 4 മണിക്ക് യമരാജ ഹോമമുണ്ട്. 5 മണിക്ക് ഭദ്രകാളി പൂജയുണ്ട്. ഭദ്രകാളി പൂജ അമാവാസി പൂജ കഴിഞ്ഞിട്ടാണ് കുരിശി കർമാദികളെങ്കിലും പൂജ 5 മണിക്കാണ്. അതേപോലെ 4 മണിക്ക് അഷ്ടനാഗ പത്മമിട്ട് സർപ്പത്തിന് ഊട്ടും പാട്ടും ഉണ്ട്. സർപ്പ ബലി മുതലായ കാര്യാദികളും ഉണ്ട്. 6 മണി തൊട്ട് 7 മണി വരെയാണ് പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പനനീര്, കരിക്ക് മുതലായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളും, പിന്നെ കൂടാതെ പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം മുതലായിരിക്കുന്ന കാര്യങ്ങൾ, ദീപ ആരതി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകളും എല്ലാ അമാവാസി തോറും നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പം ഈ പൂജയിൽ നിങ്ങൾ ഏത് ലോകത്ത് ഇരുന്നാലും പങ്കെടുക്കാൻ പറ്റും. കാരണം ഇത് വീഡിയോ സാധാരണ പോലെയല്ല, ലൈവ് യൂട്യൂബ് വീഡിയോ ലൈവ് ഉണ്ട്, അത് ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് രാജ്യത്തിരുന്നാലും ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഓരോരുത്തരും ഈ പൂജയ്ക്ക് പങ്കാളികളായി അവർ തരുന്ന പൈസകളും കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ഇത്തരത്തിലുള്ള വലിയ സംരംഭമായിരിക്കുന്ന ഈ പദ്ധതികൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ ക്ഷേത്ര കമ്മിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പൂജയിൽ പങ്കെടുക്കുന്നതിന് താല്പര്യമുള്ളവർക്കും പൂജകളിൽ ഈ കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനും ഇതിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ കാലഭൈരവൻ എന്ന് പറയുന്നത് സാധാരണ നമ്മളെ ഭാരതത്തിൽ ധാരാളം കാലഭൈരവ പ്രതിഷ്ഠകളുണ്ട്. പക്ഷേ ഈ ഒരു ഒറ്റ കല്ലിൽ ഇങ്ങനെ നമ്മൾ കൊത്തിവെച്ചിരിക്കുന്ന ഒരു രൂപമാണ്. പീഠം ഉൾപ്പെടെ 9 അടി പൊക്കമുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷമതകളും തിന്മകളും ഭഗവാന് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാ വിഷമഘട്ടത്തിലും, പ്രത്യേകിച്ച് ഇത് കലികാലമാണ്, കലിയുഗമാണ്, എവിടെ ചെന്നാലും നമ്മളെ തകർത്തുകൊണ്ട് മറ്റുള്ളവർ ചാടിക്കേറി വന്ന് അധികാരങ്ങളും നേതൃത്വങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി മാന്യമായിട്ട് നമ്മൾ ചെയ്താലും നമ്മളെ ഒറ്റപ്പെടുത്തുക, നമ്മളെ മാനസികമായിട്ട് ഉപദ്രവിക്കുക, തരേണ്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പ്രോഫിറ്റാ കമ്മീഷനോ മെച്ചോ കിട്ടാതിരിക്കുക, നമുക്ക് കിട്ടേണ്ടുന്ന അധികാരങ്ങളും മറ്റുള്ളവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുക, നമ്മളെ ഇല്ലാത്തതും കൊല്ലാത്തതും പറഞ്ഞ് അപവാദങ്ങളെപ്പെടുത്തി കുറ്റത്തിൽപ്പെടുത്തി പല പീഡന കേസിൽപ്പെടുത്തി നമ്മുടെ അധികാരങ്ങൾ അവകാശങ്ങൾ ഇല്ലാതാക്കുക. ഇങ്ങനെയെങ്കിൽ ചെയ്യുന്ന ദുഷ്ടന്മാരെ നിയമപരമായിട്ട് നമുക്ക് കുറേയൊക്കെ നേരിടാൻ പറ്റുമെങ്കിലും ചിലപ്പം അത്തരത്തിൽ പറ്റാത്തവർക്ക് പോലും, നിയമജ്ഞന്മാർക്ക് പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്ന സമയങ്ങൾ ആശ്രയിക്കുന്ന ദേവനാണ് കാലഭൈരവൻ. അപ്പോൾ കാലഭൈരവ സ്വാമി എന്ന് പറയുന്നത് ശിവ സഹസ്രനാമത്തിൽ പറയുന്ന 1000 നാമങ്ങളും അഷ്ടഭൈരവന്മാരുടെ ചൈതന്യവും 64 കലകളും ഒരേപോലെ സംയോജിപ്പിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രകല. ഇത്രയും ധ്യാന മൂല മന്ത്രങ്ങളും അതേപോലെ താന്ത്രികം, മാന്ത്രികം, കൗളവാചാരം, ഇങ്ങനെ 3 വകുപ്പിൽ തന്ത്രിമാർ ചെയ്യുന്ന പൂജ, മന്ത്രവാദികൾ ചെയ്യുന്ന പൂജ, ഒരു മന്ത്രവും തന്ത്രവും അറിയാൻ പറ്റാത്ത നിങ്ങളെപ്പോലുള്ള ഭക്തജനങ്ങൾക്കും അവിടെ ചെയ്യുന്ന പൂജ, ഇതെല്ലാം ക്ഷേത്രാഭിവൃദ്ധിക്കും ദേവചൈതന്യത്തിനും ബിംബചൈതന്യത്തിനും വലിയ പുഷ്ടിമത്തായ ചൈതന്യം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വന്ന് ഭഗവാനെ തൊഴുവാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാലഭൈരവ സ്വാമി ക്ഷേത്രം
അമാവാസി ദിവസം തുറന്നിരിക്കും. എല്ലാവരും ചോദിക്കും എന്നും തുറക്കുന്ന അമ്പലമാണെന്നാണ്. രാവിലെ 7 മണി തൊട്ട് 9:30 മണി വരെയും വൈകുന്നേരം 5 മണി തൊട്ട് 8 മണി വരെയും 7:30-8 മണി വരെയും അമ്പലം തുറന്നിരിക്കുകയാണ്. 8 മണിക്ക് അമ്പലം അടയ്ക്കുമെങ്കിൽ നിങ്ങൾ തൊഴുവാൻ വരണവർ നേരത്തെ വരണം. കാരണം നിവേദ്യ സമയം പൂജാ സമയത്തൊക്കെ ചിലപ്പോൾ വന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി തൊഴുവാൻ പറ്റൂല. 5 മണിക്കൊക്കെ വന്നാൽ വളരെ കാര്യമായ രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് പുണ്യം നേടാൻ പറ്റും. നിങ്ങൾക്കും നിങ്ങളുടെ ജോലി, അധികാരം, സന്താനങ്ങൾ, ഭർത്തൃ ദാമ്പത്യ സൗഖ്യാദികൾ, അതേപോലെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ, നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും തീർച്ചയായിട്ടും ഭഗവാൻ നേടിത്തരും. അത് ശിവൻ്റെ ദക്ഷിണാമൂർത്തി, ശരഭാമൂർത്തി, മൃത്യുഞ്ജയമൂർത്തി, ഇങ്ങനെ 3 ഭാവങ്ങളിലുള്ള ശിവനുണ്ട്. ഗണപതിയുണ്ട്, മുരുകൻ, ശാസ്താവ്, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, അതേപോലെ ഗായത്രി ദേവി. 4 വേദങ്ങളിൽ ഏറ്റവും വലിയ വേദമാണ് ഋഗ്വേദം. ആ ഋഗ്വേദത്തിലെ ഏറ്റവും വലിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം. അത് സൂര്യഗായത്രിയുടെ പ്രതിഷ്ഠ എവിടെയുണ്ട്? ഹനുമാൻ സ്വാമിയുണ്ട്. പണ്ടത്തെ കാലത്തെ കൊച്ചു കാലഭൈരവൻ അവിടെ ഉണ്ട്. കാലഭൈരവ ഭൂതത്താൻ തമ്പുരാൻ എന്നാണ് പറയുന്നത്. ചെറിയ ഭൂതത്താനുണ്ട്. അതായിരുന്നു അവിടുത്തെ കാലഭൈരവൻ. അപ്പോഴും കാലഭൈരവൻ അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ചെറിയ രൂപവും ഭാവവും ഒക്കെയാണ്. കൈ ഒരു പാത്രമൊക്കെ വെച്ച് കാലും വെച്ച് ഇങ്ങനെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു പീഠമായിരുന്നു. പിന്നീടാണ് നമുക്ക് സമസ്ത പാപങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും ശക്തിമത്തായ മന്ത്രതന്ത്രാദികൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദേവകല ശക്തിയായിട്ട് വളർത്തി ഉയർത്തി നല്ലതാക്കി എടുക്കണം എന്നുള്ള ഒരു താല്പര്യം ഈ കുടുംബത്തിലെ മാന്ത്രികന്മാരും താന്ത്രികന്മാരും ജ്യോത്സ്യന്മാരും വൈദ്യന്മാരും എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് ഇത്തരത്തിലുള്ളതായ ഒരു പ്രതിഷ്ഠ അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും വന്ന് ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തൊഴുവാൻ പറ്റുമെങ്കിൽ വന്ന് തൊഴുവണം. അത് നമുക്കിങ്ങനെയുള്ളൊരു അപൂർവമായിട്ടുള്ള പ്രതിഷ്ഠ വേറെ എങ്ങും കാണാൻ നിങ്ങൾക്ക് പറ്റൂല. 10 കൈകളുണ്ട്. പല ഭാഗങ്ങളിലും 2 കൈ, 4 കൈ, 6 കൈയൊക്കെ ഉള്ളത്. 10 കൈകളുള്ള കാലഭൈരവൻ്റെ പ്രതിഷ്ഠ അത്യപൂർവമാണ്. എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട്, സഹായങ്ങൾ കൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.